ഹായ് വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അപ്പമാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റവ കൊണ്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ 6 സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് വേണം. ഒരു 2 സ്പൂൺ ഈസ്റ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം ആദ്യം. പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്ക് ചേർക്കണം. പിന്നെ നമ്മളിതിലേക്ക് റവ, 1 കപ്പ് റവ, അതുപോലെ കോൺമീൽ എന്ന് പറയും, അതായത് ചോളം കൊണ്ടുള്ള റവയാണ് കോൺമീൽ. പിന്നെ 1 കപ്പ് മൈദ. പിന്നെ ഇത് മൂന്നും നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിക്കണം ആദ്യം. അപ്പോൾ ഈ നമ്മുടെ റവയും മൈദയൊക്കെ നമ്മളൊന്ന് മിക്സിയിലിടുകയാണ് ആദ്യം. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കണം. ആ സെയിം അളവിൽ നമ്മൾ റവയും മൈദയൊക്കെ എടുത്ത സെയിം കപ്പിൽ തന്നെയാണ് ആ ഒരു 3 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി താഴെ സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റിലായിക്കോളും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ഈസ്റ്റും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളൊരു 4 മുതൽ 5 മണിക്കൂർ വരെ വെക്കണം, ഒന്നെടുത്ത് വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3-4 മണിക്കൂർ വെച്ചതാണ്. 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിട്ട് ആവും നമുക്ക് കിട്ടുക, കുറച്ച് പതയൊക്കെ ആയിട്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് നമുക്ക് ഒഴിച്ചിട്ട് ഒരു അപ്പം പോലെ ചുട്ടെടുക്കാം. നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാം ഒരു ഹോൾസ് ഇങ്ങനെ വരുന്നത് കാണാം അതിന്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കറിയുടെ കൂടെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വല്ല തേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. കുറച്ച് സമയം എടുക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ തേനിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആവും. അല്ലെങ്കിൽ ശർക്കര പാനി അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്